ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, കൊല്ലപരീക്ഷ, പരീക്ഷകൾ ഏതുമാവട്ടെ എല്ലാ പരീക്ഷയ്ക്കും എല്ലായ്പ്പോഴും ബയോളജിയിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്ത്? പിക്ചേഴ്സ്. അതായത് കുറെ ലൊട്ടിലൊടുക്ക് ചിത്രം തരും, എന്നിട്ട് ഇതെന്താണ്, അതെന്താണ്, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ കുടുങ്ങിപ്പോകും. കാരണം നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചിത്രങ്ങളും നോക്കി വെച്ചിട്ടാണോ പരീക്ഷയ്ക്ക് പോകുക? അല്ലല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം, അല്ലെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ ചിത്രങ്ങളും ഡിസ്കസ് ചെയ്യും. നമ്മൾ 2 ചാപ്റ്ററിലുള്ള മൊത്തം ചിത്രങ്ങൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അതെന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം വരാൻ ചാൻസ് ഉള്ളത് ഈ ചിത്രമാണ്. ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കുക, ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെ കുറച്ച് മോളിക്യൂൾസ് ഉള്ളൂ. അപ്പോൾ കുറേ ഉള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലത്തേക്ക് വരുന്ന ആ പരിപാടിയാണെന്ത്? ഡിഫ്യൂഷൻ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട ചിത്രം. ഓക്കെ, അത് കിട്ടി. ഇനി രണ്ടാമത്തെ ചിത്രം, ഇതും ഇതേപോലെ തന്നെയാണ്. കുറേയുള്ള മോളിക്യൂൾസിൽ നിന്ന് കുറച്ചുള്ള മോളിക്യൂൾസ് ഉള്ള ആ ഒരു ഭാഗത്തോട്ട് വരുന്നു. എന്ന് വെച്ചാൽ അതും ഡിഫ്യൂഷൻ ആണ് എന്ന് വിചാരിക്കരുത്. ആക്ച്വലി അത് ഡിഫ്യൂഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു നീല സാധനം കണ്ടോ? ഒരു നീല ഉണ്ട. അവന്റെ പേരെന്താണ്? അവനാണ് കരിയർ പ്രോട്ടീൻ. അത്തരത്തിൽ കരിയർ പ്രോട്ടീന്റെ സഹായത്തോടു കൂടി, കരിയർ പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടി കുറെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? കുറച്ചുള്ള സ്ഥലത്തേക്ക് വരുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വെറും ഡിഫ്യൂഷൻ അല്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താ പേര്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താ അവിടെ ഞാൻ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് തരാം. എന്താ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സംസാ? ഓക്കെ. ഇനി അതേസമയം അടുത്ത ചിത്രം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കുറേയുള്ള മോളിക്യൂൾസ് നിന്ന് കുറച്ചുള്ള മോളിക്യൂൾസിന് അങ്ങോട്ട് വരുന്നു. ഓക്കെ, കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തോട്ട് വരുന്നു. എന്നാൽ ഇത് നേരെ റൊട്ടേറ്റാ. ഇവിടെ കുറവാ, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാണ്? കൂടിയോടത്തേക്ക് വരാം. കുറഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് കൂടിയോടത്തേക്ക് വരികയാണ്. കോൺസെൻട്രേഷൻ കുറവുള്ളിടത്ത് നിന്ന് കൂടിയോടത്തേക്ക് വരികയാണ്. അതെന്തിനെ സൂചിപ്പിക്കുന്നു? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ സൂചിപ്പിക്കുന്നു. അതിന്റെ മലയാളം എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് തന്നെ. ഓക്കെ, അപ്പൊ മാറരുത്, മറക്കരുത്. മറ്റേത് ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇതൊന്നല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ ഈ ചിത്രമാണ്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ഈ ചിത്രം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ 3 ഉണ്ടകൾ കണ്ടോ? അപ്പം അടുക്കി വെച്ച പോലെ, നമ്മളെ വട്ടയപ്പൊക്കെ അടുക്കി വെച്ച പോലത്തെ ഒരു ചിത്രം. ഇവന്റെ പേരാണ് ഗ്രാന. എന്താണ് പേര്? ഗ്രാന. എന്നാൽ ഈ ഫ്ലൂയിഡ് പാർട്ടി കുത്തൊക്കെ ഉള്ള ഈ ഫ്ലൂയിഡ് പാർട്ടി ഉണ്ടല്ലോ, അതാണ് എന്ത്? സ്ട്രോമ. എന്താണ്? സ്ട്രോമ. പരീക്ഷയ്ക്ക് പലപ്പോഴും ഈ സ്ട്രോമയും ഗ്രാനയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചില ആൾക്കാർ ഈ വട്ടയപ്പത്തിന് എന്തുകൊണ്ട് എഴുതിക്കും? സ്ട്രോമ എന്ന് എഴുതിക്കും. പൊട്ടത്തെറ്റ്. വട്ടയപ്പം എന്താണ്? ഗ്രാന. പക്ഷെ ഈ ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്? സ്ട്രോമ. അതെങ്ങനെ ഓർത്ത് വെക്കാന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രോട്ട് ഇട്ട് എന്താ കുടിക്കുക? സ്ട്രോട്ട് ഇട്ടൊക്കെ നമ്മൾ എന്താ കുടിക്കുക? വെള്ളമല്ലേ സ്ട്രോട്ട് ഇട്ട് കുടിക്കുള്ളൂ, ഫ്ലൂയിഡ് അല്ലേ സ്ട്രോട്ട് ഇട്ട് കുടിക്കുള്ളൂ. അപ്പൊ ഫ്ലൂയിഡ് പാർട്ട് എന്താണ്? സ്ട്രോമ. അപ്പൊ പിന്നെ മറ്റേ വട്ടയപ്പം എന്തായിരിക്കും? ഗ്രാന ആയിരിക്കും. അതങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ അത് കിട്ടിയോ? അത് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിത്രം വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ പിന്നെ പ്രത്യേകിച്ച് ചിത്രങ്ങളൊന്നുമില്ല. സെക്കൻഡ് ചാപ്റ്ററിൽ കുറെ ചിത്രങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ പല്ലിന്റെ ചിത്രം ചോദിക്കും. പല്ലിന്റെ ഏറ്റവും പുറത്തുള്ള ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനാമൽ. അപ്പൊ നോക്കടാ, ഇത് നോക്കൂ, ഏറ്റവും പുറത്തുള്ള ഈ വെള്ള ഭാഗം, അതിന്റെ പേരെന്താണ്? ഇനാമൽ. എന്താണ് പേര്? ഇനാമൽ. ഓക്കെ, ഇനാമലിന്റെ തൊട്ടു താഴെ ഇതാണ് ഇനാമൽ, ഈ വെള്ള ഭാഗം. അതിന്റെ നേരെ താഴെയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണെന്ത്? ഡെൻഡെയിൻ. എന്താണ് പേര്? ഡെൻഡെയിൻ. ഓക്കെ, പിന്നെ ഇതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഇതിന്റെ ഒരു മെയിൻ പൾപ്പ് കാണപ്പെടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരെന്താ? പൾപ്പ്. ഓ, എന്തൊരു സുഖം. അതിന്റെ പേരെന്താണ്? പൾപ്പ്. പിന്നെ ലാസ്റ്റ് ഇതിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഈ അടിഭാഗം, ഈ ഉറപ്പിച്ച് നിർത്തുന്ന താഴ്ഭാഗം, അതാണെന്ത്? സിമെന്റം. കാരണം സിമെന്റ് ആണല്ലോ നമ്മളെ വീടിനൊക്കെ ഉറപ്പിച്ച് നിർത്തുന്നത്, അതുകൊണ്ട് സിമെന്റം. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഓക്കെ, ഇതിന്റെ മലയാളമൊക്കെ തന്നെ കേട്ടോ. ഇനാമൽ, ഡെൻഡെയിൻ, പൾപ്പ്, സിമെന്റ്. ഇനി ഈ ചിത്രം തരും. ഈ ചിത്രം നിന്നിട്ട് ആമാശയത്തിന്റെ ചിത്രമാണ്. ഡൈജഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ മസിൽ ഏതാന്നുള്ളത് ചോദിക്കും. ഈ മസിലിന്റെ പേരാണ് സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികൾ. ഓക്കെ, ഇത് പൊതുവെ ചോദിക്കാറുണ്ട്. ഐഡന്റിഫൈ എക്സ് അല്ലെങ്കിൽ ഐഡന്റിഫൈ എ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇത് സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികളാണ്. അതാണ് ആ ഫുഡിനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ചിത്രമാണ്. ഈ ചിത്രം കണ്ടാൽ ഒന്നുമേ ചിന്തിക്കരുത്, ഇതാരാണ്? ഇത് വില്ലാസ്. എന്നാൽ അത് വില്ലസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം വിരലിന്റെ ആകൃതിയാണ്. വിരലിന് വി, വില്ലസിന് വി. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടുന്ന് ചോദിക്കുക ഈ ബ്ലഡ് കാപ്പിലറീസും അതേപോലെ തന്നെ ഈ ലാക്റ്റിയലും അടയാളപ്പെടുത്താനാണ്. പക്ഷെ 99% കുട്ടികൾ ഇത് തെറ്റിക്കും. ഇത് എന്താണ്? ഇത് ബ്ലഡ് കാപ്പിലറീസ് ആണ്, എല്ലാവർക്കും അറിയാം. ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, രക്തലോമികകൾ. ഓക്കെ, അതേസമയം ഈ ചങ്ങായി എന്താണ്? ഇത് ലാക്റ്റിയൽ. ഓക്കെ, ലാക്റ്റിയൽ. ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയലും, രക്തലോമികകളും
ലാക്റ്റിയലും. ഇവിടെ പല ആളുകളും ഇത് പഠിച്ചു പോകുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ചുവപ്പ് കളറുള്ളത് എന്താണ്, ചുവപ്പ് നീലൊക്കെ ഉള്ളത് ബ്ലഡ് കാപ്പിലറീസ്, പച്ച കളറുള്ളത് ലാക്റ്റിയൽ, അങ്ങനെ പഠിച്ചു പോകും. പരീക്ഷയ്ക്ക് എന്തെങ്കിലും അറിയോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ക്വസ്റ്റ്യൻ വരിക, അപ്പോൾ ആകെ കുടുങ്ങിപ്പോവും. പക്ഷെ അങ്ങനെ പാടില്ല, അതിനൊരു ബുദ്ധിയുണ്ട്. അതായത് ഇവിടെ ലാക്റ്റിയൽ ഇറ്റ്സ് ഈക്വൽ ടു എൽ അല്ലേ, ലാക്റ്റിയൽ എന്താണ്, എൽ ആണ്. ഇതൊക്കെ നോക്കടാ, ഈ പച്ച കണ്ടോ, ഇതൊരു എല്ല് പോലല്ലേ, ഇതൊരു എല്ല് പോലല്ലേ, ഇതൊരു എല്ല് പോലല്ലേ, ഇതൊരു എല്ല് പോലല്ലേ, അപ്പൊ അത് ലാക്റ്റിയൽ. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റേതെന്തായിരിക്കും, ബ്ലഡ് കാപ്പിലറീസ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഇനി മാറൂല. ഓക്കെ, ഇനി അടുത്തതാ ഈ ചിത്രം. ഇത് ലിംഫാറ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഇവിടുന്ന് ഇത് ചോദിച്ചാൽ ഇത് ലിംഫ് വെസൽ. എന്താണ്, ലിംഫ് വെസൽ. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വട്ടം, ഇവിടെ കുഞ്ഞു വട്ടം, ഇതാ ഈ മണ്ടന്മാര് ഇതൊക്കെ, ഈ മണ്ണുണികളെ വിളിക്കുന്ന പേരാണ് ലിംഫ് നോഡ്. എന്താ പേര്, ലിംഫ് നോഡ്. ആ വട്ടത്തിലുള്ള സാധനങ്ങളാണ് എന്ത്, ലിംഫ് നോഡ്. എന്നാൽ ഈ കുഴലാണ് എന്ത്, ലിംഫ് വെസൽ അല്ലെങ്കിൽ ലിംഫ് വാഹി. ഇനി ഇവിടെയും കുറെ വട്ടങ്ങളുണ്ട്, അതൊക്കെ എന്താണ്, ലിംഫ് നോഡാണ്. പക്ഷെ ഈ കുഴൽ എന്താണ്, ലിംഫ് വെസലാണ്. അപ്പൊ കുഴൽമെന്നാണ് മാർക്കിംഗ് വരുന്നതെങ്കിൽ അത് ലിംഫ് വെസലും, വട്ടമാണ് മാർക്കിംഗ് എങ്കിൽ അത് ലിംഫ് നോഡും ആണ്. പിന്നെ ഇവിടെ ഒരു എന്താണ് നമ്മളെ പയറിന്റെ കുരു ഒക്കെ അല്ലേ, പയറിന്റെ കുരു, ബീൻസിന്റെ കുരു ഒക്കെ പോലത്തെ ഒരു സാധനം ഉണ്ട്, അതാണ് സ്പ്ലീന്. എന്താണ് പേര്, സ്പ്ലീന്. അതിന്റെ മലയാളത്തിലും എന്തിനാ വിളിക്കുക, സ്പ്ലീന് തന്നെ വിളിക്കുക. ഓക്കെ, അതും ഓർത്തു വെക്കുക. പിന്നെ ഈ ചിത്രങ്ങൾ നമ്മൾ ഈ ഹൃദയത്തിന് ഇങ്ങനെ മിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസ് പാസ് ചെയ്യുന്ന ആ ഒരു സാധനമല്ല, വൈദ്യുത തരംഗം പാസ് ചെയ്യുന്ന ഈ സാധനം, ഇതാണ് എസ് എ നോഡ്. എന്താണ് പേര്, എസ് എ നോഡ്. ഓക്കെ, പിന്നെ ഈ ചിത്രം എന്നാൽ ഇതെന്താണ്, ഇതൊരു ഗ്രാഫാണ് സാർ, ഗ്രാഫ് ഒന്നും എഴുതി വെക്കരുത്. ഇതിന്റെ പേരെന്താണ്, ECG. എന്താണ് ECG, ആക്ച്വലി അതൊരു ഗ്രാഫാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് എഴുതണം, ECG എന്ന് എഴുതണം. എന്താ എഴുതേണ്ടത്, ECG. ഓക്കെ, പിന്നെ ഈ രണ്ട് ചിത്രങ്ങൾ തരും. നമ്മളെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന സാധനം, ഇത് സ്ഫിഗ്മോ മാനോമീറ്റർ, ഇത് ഡിജിറ്റൽ BP അപ്പാരറ്റസ്. സ്ഫിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്, മറക്കരുത്. സ്ഫിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്. പിന്നെ ഈ ചിത്രം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ചിത്രമാണ്. അതായത് ഈ ചിത്രം തന്നാൽ ഇത് സൈലമാണെന്നും ഇത് തന്നാൽ ഇത് ഫ്ലോയമാണെന്നും മനസ്സിലാക്കണം. അത് ഫസ്റ്റ് കാര്യം കേട്ടോ. അത് തെറ്റിയാൽ മൊത്തത്തിൽ തെറ്റി. പിന്നെ ഇവിടുന്ന് അടുത്ത ചാൻസ്, അതിലാറെ കൂടുതൽ ചാൻസ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഗവും ഈ ഉള്ളിലുള്ള ഭാഗവും അടയാളപ്പെടുത്താൻ പറയും, അതേപോലെ ഈ ഭാഗവും അടയാളപ്പെടുത്താൻ പറയും. ആദ്യം ഇതെന്താണ്, ഇത് സൈലമാണ്. ഓക്കെ, അപ്പൊ സൈലത്തില് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമുണ്ട്, ഈ ഉള്ളിലെ ഭാഗമുണ്ട്. ഉള്ളിലെ ഭാഗത്തിന്റെ പ്രത്യേകം നോക്കടാ, ഇതൊരു വെസല് പോലല്ലേ, ഒരു കുഴൽ വെസല് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണ്, വെസല്. ഓക്കെ, വെസൽ എന്നാണ് ഇതിന്റെ പേര്, വെസൽ. ഓക്കെ, വെസൽ എന്നാണ് അതിന്റെ പേര്. ഇനി അതേസമയം ഇവന്റെ പേര്, ഈ ലോങ് ആയിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, അവന്റെ പേരാണ് എന്ത്, ട്രക്കീഡ്. എന്താ പേര്, ട്രക്കീഡും വെസലും. അങ്ങനെ രണ്ട് പാർട്ടാണ് സൈലത്തിനുള്ളത്. ഓക്കെ, ഇനി ഇവനാണ് ആര്, ഫ്ലോയത്തിന് രണ്ട് പാർട്ടുള്ളത്, ഒന്ന് കമ്പാനിയൻ സെല്ലും, രണ്ട് സീവ് ട്യൂബും. ഇതിൽ സീവ് ട്യൂബ് ആരാന്ന് ചോദിച്ചാൽ ഈ ട്യൂബ് പോലുള്ള ഈ ഭാഗം അത് തന്നെയാണ് എന്ത്, സീവ് ട്യൂബ്. അതിന്റെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണെന്ത്, സീവ് നാളി അല്ലെങ്കിൽ സീവ് ട്യൂബ്. ഓക്കെ, അങ്ങനെ പോട്ടെ. പിന്നെ ഇവനാണ് ആര്, കമ്പാനിയൻ സെല്ല്. അതായത് ഈ സീവ് ട്യൂബിനെ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലാണ് ആര്, കമ്പാനിയൻ സെല്ല്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് മൂന്നാണ് പൊതുവെ ഇവിടുന്ന് മാർക്ക് ചെയ്യാൻ ചോദിക്കുക. അല്ലെങ്കിൽ ഈ രണ്ട് ചിത്രം നിന്നിട്ട് ഇവനാരെന്ന് ചോദിക്കും. ഇവനാരാന്ന് ചോദിച്ചാൽ അത് സൈലമാണ്, ഇവനാരാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലോയമാണ്. ഓക്കെ അല്ലേ, അപ്പൊ അതും കഴിഞ്ഞു. പിന്നെ ഇത് നമ്മളെ ഫ്രീഡം ഓഫറിന്റെ പോസ്റ്റർ ആട്ടോ, ജസ്റ്റ് അതൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. കാരണം ഇപ്പൊ 10% ഓഫർ ഉണ്ട്. സോ നമ്മളെ 2 ചാപ്റ്ററിലെ എല്ലാ ചിത്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വൃത്തിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഒക്കെ ചോദിക്കാം, നോ പ്രശ്നം. അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവിധ ഭാഗങ്ങളും ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.